ശരി, ഞാൻ റൂമിൽ തന്നെ കിടന്നോളാം. പിന്നെ കുഞ്ഞേച്ചിയുടെയോ വിഷ്ണുവേട്ടന്റെ അനിയത്തെ പോലെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. പക്ഷെ നാളെ എന്റെയോ അയാളുടെ പേരില് ദാമ്പത്യ പൂജയോ മാങ്ങാത്തൊലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. ശ്യാമേ, വിഷ്ണുവേട്ടാ, അവള് ആവുന്നില്ല, അവള് വെറുതെ. എടാ, ഞാൻ പറഞ്ഞത് നീ കേട്ടായിരുന്നോന്ന്? അമ്മ ഒരേ കാര്യം തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നേ. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനെങ്കിലും എന്റെ അമ്മ ഒന്ന് സമ്മതിക്കുവോ? ആഹാ, അപ്പൊ എന്റെ 30 ഓം പോയതില് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അമ്മേ, അമ്മ അടക്കമുള്ളവരിവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് പോയപ്പോ ശരീരം മൊത്തം വെളിച്ചെണ്ണയും പുരട്ടി അടിവസ്ത്രം മാത്രമായിട്ട് മോഷ്ടിക്കാൻ വന്നിട്ടില്ല ഞാനിവിടെ, കേട്ടാ. ഒരു മോഷണം നടന്നു, അതിന്റെ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുമുണ്ട്. അത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂന്ന്. അല്ലെങ്കിൽ അമ്മയെ പോലെ നെഞ്ചത്തടിച്ചോണ്ട് ഞാൻ ഈ വരാന്തേ കൂടെ നടക്കാം. എന്താ നിന്റെ ഭാര്യ ചെയ്ത കന്നത്തിരിവിനെ ന്യായീകരിക്കണോ രാജീവ നീ? എന്റെ ഭാര്യ എന്ത് കന്നന്തിരിവ് കാണിച്ചെന്നാ? വീട് പൂട്ടാതെ ഇറങ്ങിയതാണോ? അത് എന്റെ അമ്മയുടെ ജീവനെ കരുതിയുള്ള ആശങ്ക കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ലോകവിവരവും ഒക്കെ എനിക്കും ഉണ്ട്, കേട്ടാ. ഇനിയിപ്പോ അതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റത്തില് എന്റെ അമ്മ അവന് ഒരേപോലെ പങ്കാളികളാ. നിങ്ങൾക്കും പൂട്ടായിരുന്നല്ലോ വാതിലൊക്കെ. എന്റെ ഭാര്യ എന്നെ അതൊക്കെ ചെയ്യണമെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? 30 പവൻ പോയെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഞാനോ ഇവളോ ചാവുമ്പോ അത് കെട്ടിപ്പൊതിഞ്ഞോണ്ട് മുകളിലോട്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കും കൃഷ്ണൻകുട്ടി ചേട്ടാ. വിജയേ, ഇത്രയും നേരം നീയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇനി ഞാൻ സംസാരിക്കാം. 30 അല്ല, 1 പവൻ സമ്പാദിച്ച് വെക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാ, നിനക്കും നിന്റെ ഭാര്യയ്ക്കും. അത് പോലീസ് കണ്ടുപിടിച്ച് തരുന്നെങ്കിൽ തരട്ടെ. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കേ. പക്ഷേ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അങ്ങനെ സംഭവിച്ച ഇവനോ എന്റെ പെണ്ണുപിള്ളക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും കൃഷ്ണൻകുട്ടി ചേട്ടാ. എന്നാ പിന്നെ നീ സംസാരിക്കും. ഞാൻ സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ അവകാശമുള്ളൂ. എന്റെ ജീവൻ വെച്ചല്ലേ ഇവള് കളിച്ചത്. ആ ഡോക്ടർ വെച്ച് പറഞ്ഞ എന്താ? ഭാഗ്യത്തിന് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്നല്ലേ? ഇവനെ ഞാൻ എത്ര ക്ലാസ് പഠിപ്പിച്ചതാ. എന്നിട്ട് ഒരു ഗുളികയുടെ പേര് വായിക്കാൻ അറിയാത്തവളെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. ആ ഡോക്ടർ വെച്ചിനെ കെട്ടിയാ മതിയെന്ന് തലപ്പല്ലി ചിലക്കുന്നത് പോലെ പറഞ്ഞോണ്ടിരുന്നതല്ലേ ഞാൻ? 8 ഗുസ്തിയായിട്ട് നടക്കുന്നവള് കാരണം എന്റെ ജീവൻ പോവില്ലായിരുന്നോ? ഈ അമ്മയ്ക്ക് ഇതെന്തോ പ്രശ്നം? ഞാൻ പറയൂടാ, പറയും. ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചൊരു പെണ്ണിനെ നീ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നോ? എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായോ ആവോ എന്റെ ദേവി. വിജയേ,
എന്താ? എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. അന്യ പുരുഷന്മാരുള്ള റൂമിൽ കിടക്കാൻ എനിക്ക് ഭയമുണ്ട്. ശ്യാമേ, വിഷ്ണു ഏട്ടനും കുഞ്ഞേച്ചിക്കും നിർബന്ധം ഞാൻ ഈ റൂമിൽ തന്നെ കിടക്കണമെന്ന്. ഒരു രാത്രി പുറത്തെ ഹാളിൽ ഉറങ്ങി നോക്കി. അതിപ്പോ ഒരു കുറ്റമായിപ്പോയി. ശരി, വേണ്ട. ഞാൻ കാരണം കുഞ്ഞേച്ചിയുടെ ജീവിതത്തിൽ കൂടി ഒരു കുഴപ്പം ഉണ്ടാവണ്ട. ഞാനിവിടെ തന്നെ കിടന്നോളാം. പക്ഷെ മറ്റാരും ഈ റൂമിലുണ്ടാവാൻ പാടില്ല. അതോനി ഞാൻ പുറത്തേക്ക് തന്നെ പോണോ? തീരുമാനം അറിയണം എനിക്ക്. ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 8ാം ക്ലാസ്. അതിന്റെ കുഴപ്പം ഇതല്ല. ഒരു ഗുളികയുടെ പേര് വായിക്കാൻ അറിയാത്തവളെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. 8ഉം ഗുസ്തിയായിട്ട് നടക്കുന്നവള് കാരണം എന്റെ ജീവൻ പോവില്ലായിരുന്നോ? ശാരികേ, ശാരികേ, സാറ് പറഞ്ഞോ? ഇയാളെന്താ കിടക്കാൻ വരാതെ ഇവിടെ വന്നിരിക്കുന്നത്? കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം തോന്നി. ഇയാൾ വാ, നമുക്ക് സംസാരിക്കാം. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ സാറേ. ശാരികേ, അമ്മ പറഞ്ഞത് ഓർത്തിട്ടാണോ ഇയാള്? ഹേ, അമ്മ പറഞ്ഞതിൽ എന്താ സാറേ തെറ്റ്? വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഞാൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? എടോ, അതൊരു കയ്യബദ്ധമല്ലേ? പക്ഷെ അമ്മയുടെ കാര്യം അറിയാലോ, മനസ്സിലൊന്നും ഇരിക്കത്തില്ല. എന്തു തോന്നിയാലോ അത് അപ്പം അങ്ങ് വിളിച്ചു പറയും. എനിക്കതിൽ വിഷമമില്ലെന്ന് പറഞ്ഞല്ലോ സാറേ. എന്നോട് തന്നെയുള്ളൊരു പ്രതിഷേധത്തിലാണ് ഞാനിപ്പോ. നേരെ ചൊവ്വെ സ്കൂളിൽ പോയി പഠിക്കാത്തതിന്. എന്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ വില അറിയില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ അനിയത്തിമാരെ രണ്ടുപേരെയും നല്ല നിലയിൽ പഠിപ്പിച്ചു. പഠിക്കണ്ട, വീട്ടിൽ അമ്മയെ സഹായിച്ചു നിന്നോളെന്ന് പറഞ്ഞ് സ്കൂൾ വിട്ടിറങ്ങിയതാരാ? ഈ ഞാൻ തന്നെയല്ലേ? താഴെയുള്ള അനിയത്തിമാരെ പഠിച്ചോട്ടെ എന്ന് കരുതിയായിരുന്നു അത്. പക്ഷെ മണ്ടത്തരമായിപ്പോയി. ഇപ്പോ ഒറ്റയ്ക്കായി പോയി ഞാൻ. ഇത്രയും പഠിത്തമുള്ള സാറിന് പോലും ഞാൻ ഒറ്റയ്ക്കാവുന്നൊരു സാഹചര്യത്തില് എന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ. ശരിയെ, ഞാൻ ഇപ്പൊ സാർ എന്ത് പറഞ്ഞാലും എനിക്കത് മനസ്സിലാകില്ല. എന്റെ ചെവി കൂടെ അത് കടന്നു പോകുമെങ്കിലും തലച്ചോറിലേക്ക് അത് കയറില്ല. കാരണം എന്റെ തലച്ചോറിപ്പോ ഒരു കോടതി മുറിയാ. അവിടെ പ്രതികൂട്ടിൽ നിൽക്കുവാ ഞാനിപ്പോ. വിചാരണ നടത്തുന്നതും ശിക്ഷ വിധിക്കുന്നതും വിധി കേൾക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്.
അതിന് കുറച്ച് സമയമെടുക്കും. സാറ് പോയി കിടന്നോ. പിന്നെ സാറെന്ന് പറഞ്ഞില്ലേ എല്ലാ രാത്രിയും നമ്മുടെ തലയ്ക്ക് മുകളിലെ നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കാറുണ്ടെന്ന്. നമുക്കത് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ അത് കാണാൻ പറ്റാത്തതെന്ന്. പക്ഷെ ഇപ്പോ നക്ഷത്രങ്ങളെ ഒന്നും കാണാനില്ലല്ലോ സാറേ. മൊത്തം ഇരുട്ട് മൂടിയിരിക്കുക. നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ. കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. വിചാരം കെടാതെ തീ പകർന്നുയരും ഒരാളിൽ എന്നെ എൻ ജീവനാഴ്ന്നലിയേ. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. കേൾക്കാതുള്ളിൽ വെണ്ണിലാവിൻ നീലമാലാകെ നിൻ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ. കാലമോരോന്നും പടിച്ചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. രോഹിത്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തന്റെ മനസ്സിപ്പ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു മാത്രം പറയാം. രോഹിത്തിനെ അറിയണമെന്നില്ല. നിങ്ങളുടെ വിവാഹം പോലെ തന്നെയായിരുന്നു എൻ്റെ ശാലിയുടെ വിവാഹം. തികച്ചും യാദൃശ്ചികം. ഇതുപോലെ തന്നെ ഒരു പ്രതികാരമായിട്ടാ ശാലിനി എന്നോട് അയാളുടെ കഴുത്തിൽ താലി കെട്ടാൻ ആവശ്യപ്പെട്ടത്. തുടക്കത്തിലൊക്കെ എന്തുമാത്രം പൊട്ടലും ചീറ്റലുമായിരുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ചിരി വരും. ഇതുപോലെ പിണങ്ങിയുള്ള മാറിക്കിടത്തും പരിഭവവും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും. ഇപ്പൊ നോക്ക്, ഞങ്ങളെക്കാൾ കൂടുതൽ പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികൾ ഉണ്ടോന്ന് തന്നെ സംശയം. അയാൾക്ക് വേണ്ടിയാ ഞാൻ എൻ്റെ അമ്മയെ വരെ തള്ളിപ്പറഞ്ഞ് ഈ വീട്ടിൽ നിന്നിറങ്ങി. സ്വന്തം വീട്ടിൽ അഭയം തേടാൻ ആ സമയത്ത് ശാലിനി മടിച്ചിരുന്നു. പെരുവഴിയിലാണെങ്കിലും എൻ്റെ കൈവിരൽ തുമ്പായിരുന്നു അയാൾക്ക് സ്വന്തം വീടിനേക്കാൾ വിശ്വാസം. എടോ, സുസ്മിതയെ പോലൊരാളല്ല ശ്യാമ. ഇയാളുടെ സ്നേഹ സത്യസന്ധമാണെങ്കിൽ അവൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഈ ഇരുട്ട് കാര്യാക്കണ്ട. എടോ, താൻ സമാധാനപ്പെട്. മുന്നിൽ പ്രകാശം ഉണ്ടോ. ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് നോക്കാടോ, എല്ലാം ശരിയാവും.
പൂജ കൊണ്ട് മനുഷ്യർ മാറില്ല ശാരദ. മനുഷ്യന് മാറ്റം ഉണ്ടാവണമെങ്കിൽ മനസ്സ് മാറണം. ആ, ചിലപ്പോ കുറച്ച് ഫലമൊക്കെ ചെയ്തേക്കും. അതിനു പക്ഷേ മനസ്സിൽ ഉറച്ച വിശ്വാസം വേണം. എന്തായാലും സത്യമ്മ ക്ഷണിച്ചതല്ലേ, പൂജയ്ക്ക് പോണം. എന്നെ കൊണ്ടാവുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാം. ഈ സമയത്ത് ആരാ? പങ്കജം, എടി പങ്കജം, ആ മാല ഇങ്ങോട്ട് എടുത്തു തന്നെ. ഒന്ന് മനസ്സ് വെച്ച് ജോലി ചെയ്യ്. അല്ല പിള്ള ചേട്ടാ, എനിക്കൊരു സംശയം. എന്തിനാ ഈ ദാമ്പത്യ പൂജ? വധൂവരന്മാരുടെ ദാമ്പത്യം വിഘ്നങ്ങളൊന്നും ഇല്ലാതെ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാനാ ദാമ്പത്യ പൂജ. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല പിള്ള ചേട്ടാ. ദാമ്പത്യ പൂജയല്ലോ. അല്ല, ഇവിടുത്തെ വധൂവരന്മാരുടെ ദാമ്പത്യം വിഘ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അല്ല, ആണൊരിടത്തും പെണ്ണൊരിടത്തും കിടങ്ങുന്നിടത്ത് എന്ത് ദാമ്പത്യ പിള്ള ചേട്ടാ? എന്ത് പൂജ ചെയ്തിട്ടെന്താ? പങ്കജം, നിനക്കൂടെ ജോലി എന്താ? ഞാനിവിടെ പൂക്കളൊക്കെ കെട്ടാൻ സഹായിക്കല്ലേ സാറേ, പൂജയ്ക്കുള്ള ഒരുക്കങ്ങള്. അതല്ല ചോദിച്ചത്, ഇപ്പൊ ചെയ്യുന്ന ജോലി അല്ല, നീ മൊത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാ ചോദിച്ചതേ. അതിപ്പോ അടുക്കള ജോലിയും പുറംപണിയൊക്കെ അല്ലേ? എന്ന് നീ എന്നോടാണ് ചോദിക്കുന്നേ? അതെ, അടുക്കളപ്പണി തന്നെ. ആ, എന്നാലേ അത് മാത്രം ചെയ്താൽ മതി. ആരുടെയും ബെഡ്റൂമിലേക്കൊന്നുമേ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, കേട്ടല്ലോ? ഒളിഞ്ഞു നോക്കിയതല്ല സാറേ, ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. എന്താ പങ്കജം? എന്നെ സാറ് കുറച്ച് വഴക്ക് പറഞ്ഞതാ സത്യമേ. എന്തിന്? എന്തിനെന്ന് ചോദിച്ചാ എനിക്കും അറിയത്തില്ല. പൊന്നിക്ക് പകരം ഞാനിവിടെ വന്നത് ആർക്കും പിടിച്ചിട്ടില്ല. തലങ്ങും വിലങ്ങും പഴിയാം. എന്താ രാഘവേട്ട? ഇതിനും ഇതേ വാക്കുകൾ കേട്ടതേ വേറൊരാളുടെ മുഖത്ത് നിന്നാ, സുസ്മിതയുടെ. ആ ബാധ ഒരു വിധത്തിൽ ഒഴിപ്പിച്ചപ്പോഴാ ഇപ്പതാ ഇവള്. അച്ഛനങ്ങനെ പേടിക്കൊന്നും വേണ്ട. പങ്കജത്തെ കൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. ഉണ്ടാകാതെ നോക്കാൻ എനിക്കറിയാം. നമ്മുടെയൊക്കെ കാര്യങ്ങളില് ഇത്രയും ആശങ്കയുള്ള ഒരു ഹൗസ് മെയ്ഡ് ഇവിടെ ഉള്ളത് നല്ലതല്ലേ? കുഞ്ഞെ, ഞാൻ പേടിക്കണ്ട പങ്കജം, ഞാൻ കൂടെയുണ്ട്. ശാലിനി, ശ്യാമയുടെയും രോഹിത്തിന്റെ ഒരുക്കം കഴിഞ്ഞില്ല ഇതുവരെ? അവരിങ്ങ് വിളിക്കേ. അവരാ അതിഥികളെ സ്വീകരിക്കേണ്ടത്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം സത്യാമ്മേ. വിഷ്ണുട്ടാ, എന്താ എന്താ വിഷ്ണുട്ടാ? ശാലിനി, ശ്യാമ എവിടെങ്ങും കാണുന്നില്ല.